ഈ മെയ് മാസത്തിൽ നമ്മൾ ലോക ആസ്മ ദിനം ആചരിച്ചിരുന്നു. ഈ വർഷത്തെ ആസ്മ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഇൻഹേലർ മരുന്നുകൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ്. ഇൻഹേലർ മരുന്നാണ് ആസ്മയുടെ ചികിത്സയിൽ പ്രധാനമായും നമുക്ക് വരുന്ന ചികിത്സ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇൻഹേലർ മരുന്നിനെ പറ്റിയാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇൻഹേലർ മരുന്ന് നമ്മൾ ഒരു ഒ പിയിലിരുന്ന് നമ്മളൊരു പേഷ്യൻറ്റിനോട് നമ്മൾ പറയുകയാണ് നിങ്ങൾക്ക് ആസ്മയാണ് ഈ രോഗമെന്ന് പറയുകയും ഇൻഹേലർ മരുന്ന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമ്പോൾ പലർക്കും പല സംശയങ്ങളും ഉണ്ടാകാം. അതിലെ ചില സംശയങ്ങളാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഇൻഹേലർ മരുന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണ്. ഒരു ഗുളിക കഴിക്കുന്നതിനേക്കാളും വളരെ കുറഞ്ഞ അളവിലുള്ള മരുന്നുകൾ മാത്രമേ ഇൻഹേലറിൽ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻഹേലർ മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് നമുക്കറിയാം. ഇപ്പോൾ ഒരു ഗുളിക കഴിക്കുമ്പം അതിൻ്റെ സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തലമുടി മുതൽ നമ്മുടെ പാദം വരെ അത് ബ്ലഡിലൂടെ എത്തും. എന്നാൽ ഇൻഹേലർ മരുന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പ്രധാനമായി ശ്വാസകോശത്തിൽ മാത്രമേ അത് ആക്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ശ്വാസമുട്ടിനെ കുറയ്ക്കുകയും സൈഡ് ഇഫക്റ്റ് പ്രൊഫൈൽസ് എന്ന് പറയുന്നത് അതിന് ഇൻഹേലർ മരുന്നിന് വളരെ കുറവാണ്. ഇൻഹേലർ മരുന്നിൻ്റെ പ്രധാനമായ സൈഡ് ഇഫക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് വായിലുണ്ടാകാവുന്ന പൂപ്പലും അല്ലെങ്കിൽ തൊണ്ടയിൽ ഉണ്ടാകാവുന്ന ഇറിറ്റേഷനുമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇൻഹേലർ മരുന്ന് എപ്പോഴും ഉപയോഗിച്ചാലും അതിനുശേഷം നമ്മൾ നല്ലതുപോലെ കഴുകേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തേതാണ് എല്ലാ ഇൻഹേലർ മരുന്നും ഒന്നാണോ? അതല്ല. ചിലർ പറയും ഈ ഇൻഹേലർ മറ്റേ ഇൻഹേലർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇൻഹേലർ മരുന്ന് എല്ലാം ഒന്നല്ല. പല അസുഖങ്ങൾക്കും നമ്മൾ ഇൻഹേലർ മരുന്ന് കൊടുക്കാറുണ്ട്. നമ്മൾ ആസ്മയിൽ കൊടുക്കാറുണ്ട്, COPD എന്ന രോഗത്തിൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമുക്കൊരു കോവിഡൊക്കെ വന്ന സമയത്ത് പലരും ഇൻഹേലർ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ എല്ലാ ഇൻഹേലർ മരുന്നിലെയും കണ്ടൻറ്റ് അല്ലെങ്കിൽ മരുന്ന് ഒന്നല്ല. ഇൻഹേലറിനെ നമുക്ക് ആസ്മയുടെ ചികിത്സയിൽ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് റിലീവർ മരുന്ന്, രണ്ട് കൺട്രോളർ മരുന്ന്. റിലീവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസമുട്ട് വരുമ്പോൾ നമ്മൾ എടുക്കുകയും അത് കുറയ്ക്കുകയും ചെയ്യുന്നു. ആ ശ്വാസമുട്ടിനെ കുറയ്ക്കുകയും ചെയ്യുന്നതാണ് റിലീവർ. അതിൽ പ്രധാനമായി വരുന്നതാണ് അസ്താലിൻ അല്ലെങ്കിൽ സാൽബ്യൂട്ടമോൾ അടങ്ങിയ മരുന്നുകൾ. കൺട്രോളർ മരുന്നെന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന മരുന്നാണ് ആസ്മയുടെ ചികിത്സയിൽ. അതിലാണ് പ്രധാനമായും നമുക്ക് സ്റ്റീറോയിഡ് അടങ്ങിയ മരുന്നുകൾ വരുന്നത്. അപ്പം സ്റ്റീറോയിഡ് മരുന്നെന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു ഭയം ഉണ്ടാകും. അയ്യോ, സ്റ്റീറോയിഡ് എടുത്താൽ നമുക്ക് സൈഡ് ഇഫക്ട്സ് ഉണ്ടാകുമോ, ഭാവിയിൽ നമുക്ക് ഷുഗർ ഉണ്ടാകുമോ, അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാകുമോ? സ്റ്റീറോയിഡ് മരുന്നിന് നമ്മൾ ഈ പറയുന്ന സൈഡ് ഇഫക്ട്സ് എല്ലാം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഇൻഹേലറിൽ നമ്മുടെ സ്റ്റീറോയിഡ് മരുന്നിൻ്റെ അംശം വളരെ കുറവാണ്. അതായത് നമുക്കൊരു ഗുളിക കഴിക്കുമ്പോൾ നമുക്ക് മില്ലിഗ്രാമിൻ്റെ അളവിലാണ് നമ്മുടെ ഉള്ളിൽ ആ മരുന്ന് ചെല്ലുന്നതെങ്കിൽ നമ്മൾ ഇൻഹേലർ എടുക്കുമ്പോൾ അത് മൈക്രോഗ്രാം ഡോസിങ്ങിലാണ്. അതായത് മില്ലിഗ്രാമിനേക്കാളും വളരെ കുറവാണ് മൈക്രോഗ്രാം ഡോസിങ്. അതുകൊണ്ട് തന്നെ ഇൻഹേലർ ഇപ്പോൾ സ്റ്റീറോയിഡ് കണ്ടെയ്നിങ് ഇൻഹേലർ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിൽ മരുന്ന് കണ്ടൻറ്റ് വളരെ കുറവാണ്. അതുപോലെ മൂന്നാമതായിട്ട് ചോദിക്കുന്നതാണ് ഡോക്ടറെ ഇത് അഡിക്ഷൻ ഉണ്ടാക്കുമോ? അഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പുക വലിക്കുന്ന ഒരാൾക്ക് അഡിക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ മദ്യപാനത്തിനോട് അഡിക്ഷൻ ഉണ്ടാകാം. ഇൻഹേലർ മരുന്നിന് അങ്ങനെ ഒരു അഡിക്ഷൻ്റെ കാര്യമേ വരുന്നില്ല. കാരണം ഇൻഹേലർ നമ്മളിപ്പം പ്രഷറിനോ അല്ലെങ്കിൽ നമ്മൾ ഷുഗറിനോ മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെ ഉള്ളൂ ഒരു ഇൻഹേലർ മരുന്ന് നമ്മളൊരു ആസ്മയുടെ ചികിത്സയിൽ അല്ലെങ്കിൽ COPD എന്ന ശ്വാസകോശ രോഗത്തിലൊക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന തരം ഒരു മരുന്നോ ഒരു ചികിത്സയോ അല്ല. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ആസ്മയുടെ ചികിത്സയിൽ ഇൻഹേലർ മരുന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡോസിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ കൺട്രോൾ, അതായത് പേഷ്യൻ്റ് അസുഖം കൂടി വരികയോ അല്ലെങ്കിൽ കുറഞ്ഞു വരികയോ ചെയ്യുമ്പോൾ യൂഷ്വലി ഇൻഹേലറൊക്കെ എടുക്കുമ്പോൾ അസുഖം കുറഞ്ഞു വരും. അതിൻ്റെ കൺട്രോൾ അനുസരിച്ച് നമ്മൾ ഡോസ് കുറച്ച് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ തുടങ്ങുന്ന ഡോസിൽ നിന്ന് നമ്മൾ പിന്നെയും ലങ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കി ഇൻഹേലറിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഹേലർ മരുന്ന് ഇങ്ങനെ ലൈഫ് ലോങ് ആയിട്ട് ഒരേ ഡോസിങ് അങ്ങനെയല്ല നമ്മൾ എടുക്കുന്നത്. ആസ്മയിൽ പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ ഡോസ് കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. നാലാമതായി ചോദിക്കുന്നതാണ് യങ് ഗേൾസ്, ചെറുപ്പക്കാരായ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ വരുമ്പോഴത്തേക്കിന് അവർക്ക് ആസ്മ ഡയഗ്നോസ് ചെയ്ത് ഇൻഹേലർ കൊടുക്കുമ്പോൾ അത് അവരുടെ ഭാവിയെ അഫക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അവരുടെ കല്യാണം അല്ലെങ്കിൽ അവരുടെ ഭാവി അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നതിനെ അഫക്റ്റ് ചെയ്യാമോ, പ്രഗ്നൻ്റ് ആയാൽ ഇതെടുക്കാമോ, അതിനെ പറ്റിയൊക്കെ ഉള്ള സംശയങ്ങൾ. പ്രഗ്നൻസിയിലും നമ്മൾ സേഫായിട്ട് കൊടുക്കാവുന്ന ഒരു ചികിത്സാ രീതി തന്നെയാണ് ഇൻഹേലർ. അത് ഒരു വിധത്തിലും നമ്മുടെ ഒരു പ്രഗ്നൻ്റ് ആയാൽ പോലും അത് നമ്മുടെ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുവാനോ ഒന്നും തന്നെ പോകുന്നില്ല. പ്രഗ്നൻ്റ് ആയാൽ പോലും ആസ്മ ഉള്ള ഒരു രോഗി പ്രഗ്നൻ്റ് ആയാൽ പോലും അവർ ആ ഇൻഹേലേഴ്സ് ആ പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം
കുഞ്ഞിന് ഓക്സിജൻ കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്. അമ്മയ്ക്ക് ഇപ്പോൾ ശ്വാസം മുട്ട് വരികയും ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്താൽ അത് കുഞ്ഞിൻ്റെ വളർച്ചയും കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റും ബർത്ത് വെയ്റ്റിനെ എല്ലാം തന്നെ അഫക്റ്റ് ചെയ്യും. സോ ആസ്മയുടെ ചികിത്സ നമ്മൾ ഡ്യൂറിങ് പ്രഗ്നൻസി പോലും നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ കുട്ടികൾക്കും ഇത് സേഫായിട്ടുള്ള ചികിത്സാ രീതിയാണ്. അത് നമുക്ക് കുട്ടികളുടെ ഭാവിയോ അല്ലെങ്കിൽ അവരുടെ പഠിത്തത്തെയോ അല്ലെങ്കിൽ അവരുടെ പിന്നത്തെ ഒരു ജീവിതത്തെയോ ഇതൊന്നും തന്നെ ബാധിക്കാൻ പോകുന്നില്ല. സോ ഇൻഹേലർ എന്ന് പറയുന്നത് വളരെ സേഫായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ്. അത് മറ്റ് ഗുളികകൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്ട്സും കുറവാണ്, അതിന് അഡിക്ഷനൊന്നും വരാറില്ല. അതുപോലെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻഹേലർ എഴുതി തരുന്നതിനേക്കാളും നമ്മൾ എടുക്കുന്ന വിധത്തിലാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായി ഇൻഹേലർ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം നമ്മളത് കൃത്യമായി 2 നേരമായിരിക്കും യൂഷ്വലി തരുന്നത്. അത് കൃത്യമായി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇൻഹേലർ എടുക്കുന്ന വിധവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ സ്പ്രേ ഇൻഹേലറിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാകും. നമ്മൾ മീറ്റർ ഡോസ് ഇൻഹേലർ എന്നാണ് അതിനെ പറയുന്നത്. അത് മിക്കവരും വായിലോട്ട് വെച്ച് അത് പ്രസ് ചെയ്യാറാണ് കൂടുതലും ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മരുന്ന് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അത് കുറച്ച് മരുന്ന് നമുക്ക് വെളിയിൽ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോൾ ഇൻഹേലർ സ്പ്രേ രൂപത്തിലുള്ള ഇൻഹേലർ എടുക്കുകയാണെങ്കിലും അതിന് സ്പേസർ എന്ന് പറയുന്ന ഒരു കുഴലിനോട് ചേർത്ത് വെച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത് വരുന്ന ഇൻഹേലറാണ് നമ്മൾ പൊടി ട്രോട്ട ക്യാപ്പ് എന്നൊക്കെ പറയുന്നത്. അതാണ് ഡ്രൈ പൗഡർ ഇൻഹേലർ. ആ ഡ്രൈ പൗഡർ ഇൻഹേലറും അതിൻ്റെ കൃത്യമായി അതിൻ്റെ എടുക്കേണ്ട വിധത്തിൽ എടുക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ആസ്മയെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിത്രയാണ് ഇൻഹേലേഴ്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അത് സേഫായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ്. അതിനെപ്പറ്റി ഭയപ്പാടോ അതിൻ്റെ സൈഡ് ഇഫക്ട്സിനെ പറ്റിയൊന്നും നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആസ്മ ചികിത്സിച്ച് നമുക്ക് കൺട്രോളിൽ വരുത്താൻ പറ്റുന്ന ഒരു രോഗമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൺട്രോളിൽ വരുത്തിയില്ല, ഇൻഹേലർ എടുത്ത് നമ്മളത് കൺട്രോളിലാക്കിയില്ലെങ്കിൽ അത് നമുക്ക് ദോഷങ്ങൾ ചെയ്യാം. അതായത് ആസ്മയിൽ നിന്ന് നമുക്ക് COPD രോഗത്തിലേക്ക് അത് നയിക്കാം. ആസ്മയുള്ള രോഗികൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ അത് നമുക്ക് കടുത്തു പോയാൽ നമ്മൾ ICU അഡ്മിഷൻ അല്ലെങ്കിൽ വെന്റിലേറ്റർ, ശ്വാസകോശത്തിൻ്റെ ഫെയിലിയർ, അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസിലേക്കും നമുക്ക് ഈ ആസ്മ അൺകൺട്രോൾഡ് ആണെങ്കിൽ അത് എത്താൻ സാധ്യതയുണ്ട്. സോ ഇൻഹേലർ എന്ന് പറയുന്നത് സേഫായിട്ടുള്ള ചികിത്സാ രീതിയാണ്. അതിനെപ്പറ്റി ഒരു ഭയവും വേണ്ട. നന്ദി, നമസ്കാരം.